മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടുവെങ്കിലും ഇന്നും കോൺഗ്രസിൽ കെ.സി. വേണുഗോപാൽ സർവശക്തനാണ്. ചില സമവാക്യങ്ങൾ മാറിയൊഴുകിയതും മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികൾ കടുംപിടുത്തം തുടർന്നതുമാണ് കെ.സിക്ക് തിരിച്ചടിയായ ഘടകം. ഈ തിരിച്ചടികൾക്കിടയിൽ കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലക്ഷ്യം ഒന്നു മാത്രം: മന്ത്രിസഭ പിടിച്ചെടുക്കുക. തന്റെ ഇഷ്ടക്കാരിൽ 6 പേർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നും ഇല്ലാത്ത പക്ഷം വലിയ പ്രതിഷേധം മുന്നണിയിൽ ഉയർത്തുമെന്നുമാണ് കെ.സി. പക്ഷം പറയുന്നത്. നിലവിലാകെ 11 മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസിന് അനുവദിക്കുക. അതിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം VD സതീശന് നൽകി കഴിഞ്ഞു. ശേഷിക്കുന്ന 10 മന്ത്രിസ്ഥാനങ്ങളിൽ 6 എണ്ണമാണ് കെ.സി. പക്ഷം ക്ലെയിം ചെയ്യുന്നത്. ശേഷിക്കുന്ന 4-ൽ ചെന്നിത്തല പക്ഷത്തിന് 2 എണ്ണം ലഭിച്ചാൽ ശേഷിക്കുന്ന 2 മാത്രമാണ് VD സതീശന് ലഭിക്കുകയുള്ളൂ. ഇതിൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്കാണ് പരിഗണിക്കുന്നത്. കെ മുരളീധരൻ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കെ.സി. പക്ഷത്തെ തലമുതിർന്ന നേതാവായ സണ്ണി ജോസഫിനും PC വിഷ്ണുനാഥും ഇടുക്കിയിൽ നിന്നുള്ള റോയി കെ പൗലോസും മന്ത്രിയാകുവാൻ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. വനിതകളിൽ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഇവരിൽ ഒരാൾക്ക് മാത്രമാണ് സ്ഥാനമെങ്കിൽ അത് ഷാനിമോൾ ഉസ്മാന് നൽകിയേക്കും. ഇവിടെ പാർട്ടിയിലെ സീനിയോറിറ്റി മാത്രമാണ് പരിഗണിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കെ.സി. പക്ഷത്തു നിന്ന് ഒരാൾക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് നൽകുന്നുണ്ട്. ശേഷിക്കുന്ന മന്ത്രി കസേരകളിലേക്ക് ആരെ പരിഗണിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശമാണ് കെ.സി. നൽകിയിരിക്കുന്നത്. ചെന്നിത്തല പക്ഷത്തു നിന്ന് അൻവർ സാദത്തിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. VD സതീശൻ തന്റെ അടുത്ത അനുയായിയായ VT ബൽറാമിന് മന്ത്രിക്കുപ്പായം ഉറപ്പിച്ച് നൽകുന്നുണ്ട്. കെ.സി. പക്ഷത്തെ കരുത്തനായ നേതാവ് T സിദ്ദിഖിനും മന്ത്രി കസേരയിലേക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. വെറുതെ പ്രതിനിധികളെ നിയമിച്ച് ഡൽഹിക്ക് മടങ്ങുകയല്ല കെ.സി. ചെയ്യുന്നത്. സർക്കാരിലെ സുപ്രധാന വകുപ്പുകളും 6 മന്ത്രിമാരെയും ആവശ്യപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. UDF നേതൃയോഗം നടക്കാനിരിക്കെ മണിക്കൂറുകൾക്ക് മുൻപാണ് കെ.സി. തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. മുഖ്യമന്ത്രി പ്രഖ്യാപനമെന്ന കടമ്പ കടന്നതോടെ മന്ത്രിസഭാ രൂപീകരണമെന്ന അഗ്നി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന UDF മുന്നണിയിലേക്കാണ് അഗ്നിച്ചിറകുകളുമായി കെ.സി. വേണുഗോപാൽ പറന്നിറങ്ങുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മന്ത്രിമാരെയും യോഗത്തിൽ തന്നെ തീരുമാനിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നേതാക്കൾ. വകുപ്പ് വിഭജനമടക്കം യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. 63 സീറ്റിന്റെ വ്യക്തമായ ആധിപത്യമുള്ളതിനാൽ കോൺഗ്രസ് ഇക്കുറി 11 മന്ത്രിമാരെ തീരുമാനിക്കാൻ സാധിക്കും. മലബാറിൽ ഉൾപ്പെടെ മുന്നണിയെ അരക്കിട്ടുറപ്പിച്ച മുസ്ലിം ലീഗും ഇക്കുറി കരുത്ത് കാട്ടിയിട്ടുണ്ട്. 5 മന്ത്രിമാരെന്ന ആവശ്യം ലീഗ് അനായാസം ഉന്നയിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, RSP തുടങ്ങി ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനത്തിനായി പോരാടുന്നുണ്ട്. RSPക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകിയേക്കും. ചീഫ് വിപ്പ് അടക്കമുള്ള പദവികളും RSPക്ക് ലഭിക്കും. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് 2 മന്ത്രിസ്ഥാനമാണ് അവർ ഉറപ്പിക്കുന്നത്. മുതിർന്ന നേതാവ് മോൻസ് ജോസഫിന് പുറമെ കന്നി പോരാട്ടത്തിൽ ജയിച്ച PJ ജോസഫിന്റെ മകൻ അബു ജോസഫിനും മന്ത്രിസ്ഥാനം നൽകണമെന്നാണ് PJ ജോസഫിന്റെ ആവശ്യം. UDF പിന്തുണയിൽ ജയിച്ച V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ തുടങ്ങി അധികാരിയുടെ നിരയും ഇത്തവണ മുന്നണിയുടെ ഭാഗമായുണ്ട്. മന്ത്രിസഭയിലേക്ക് ഇവരിൽ ആരെയെങ്കിലും പരിഗണിക്കുമോ എന്നതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇവരിൽ ഒരാളെ മന്ത്രിയാക്കിയേക്കും. G സുധാകരന് തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇതിനു പുറമെ VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ മുസ്ലിം ലീഗിനെതിരെ കെ.സി. വേണുഗോപാൽ പക്ഷം ശബ്ദമുയർത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. മുഖ്യമന്ത്രി ചർച്ച പ്രതിസന്ധിയിലാക്കിയത് ലീഗാണെന്നും സ്വതന്ത്ര തീരുമാനം എടുക്കുന്നതിൽ വിഘാതം സൃഷ്ടിച്ചെന്നും പക്ഷം ചേർന്നത് ശരിയായില്ലെന്നുമാണ് വേണുഗോപാൽ പക്ഷത്തിന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ ലീഗിനെ വെട്ടാൻ മന്ത്രിസഭയിൽ കെ.സി. പക്ഷത്തുള്ള കൂടുതൽ പേർ ഇടം പിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ എന്നിവരുടെ കാര്യം ഉറപ്പിക്കുമ്പോൾ N ശക്തൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, മാത്യു കുഴൽനാടൻ, AP അനിൽകുമാർ, T സിദ്ദിഖ്, K ജയന്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, CMPയിൽ നിന്ന് CP ജോൺ എന്നിവർ മന്ത്രിസഭയിൽ ഇടം പിടിക്കും. മാണി സി കാപ്പൻ, KK രമ എന്നിവർക്ക് LDFന്റെ മാതൃകയിൽ മന്ത്രിസ്ഥാനം വീതം വെക്കുന്നത് ആലോചനയിലുണ്ടെന്നാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് ലീഗിന്റെ പരിഗണനയിലുള്ളത്.